ഇത് ഫോർട്ട് കൊച്ചിൻ, ഭൂമിയിലെ മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. മയക്കുമരുന്ന് മാഫിയകളും കൊട്ടേഷൻ സംഘങ്ങളും പെൺവാണിഭങ്ങളും ഈ മനോഹാരിതയെ നശിപ്പിക്കുവാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തിന് ഇന്നും തളരാത്ത വശ്യത ഇവിടെ ഒരിക്കൽ വന്നാൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കും. ഈ ചെറിയ ഫിലിമിലെ 4 ചെറുപ്പക്കാരും ഇവിടുത്തെ സ്ഥിരം കുട്ടികളാണ്. ഇവൻ ഷാരോൺ. ഈ മനോഹരമായ പേരുണ്ടെങ്കിലും കൂട്ടുകാർക്കിവൻ വെറും തക്കുടു. അച്ഛനും അമ്മയും വിദേശത്ത്. ജാക്സനെ പോലെ ആകണമെന്നാണ് കക്ഷിയുടെ ആഗ്രഹം. പക്ഷെ ആകെ അറിയാവുന്നതാവട്ടെ ഈ ഒരേ ഒരു സ്റ്റെപ്പ്. ഇത് ജോമോൻ. വളരെയധികം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇദ്ദേഹം. പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അതെല്ലാം തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ അവനറിയാം. ഇതൊന്നും പോരാഞ്ഞിട്ട് വീട്ടുകാരെ കൊണ്ട് കഷ്ടപ്പെടുത്തി അടിവസ്ത്രം വരെ ലിവൈസിൻ്റെതേ വന്നായിരിക്കും. കാലം പോയ പോക്ക്. ഇവൻ വിഷ്ണു. ശരീരകോലം കൊണ്ട് ലോലു എന്നറിയപ്പെടുന്നു. ആവശ്യത്തിലധികം തിന്നുന്നുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. ഒരേ സമയം 2-ലധികം പേരെ പ്രേമിക്കുവാനുള്ള ഈ കാണുന്നവൻ്റെ സാമർഥ്യം കാണുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും കുറച്ച് അസൂയപ്പെടുക തന്നെ ചെയ്യും. അയ്യോ, കക്ഷിയുടെ പേര് പറഞ്ഞില്ലല്ലേ, ഇവനാണ് അജയ്. ഇനി നമുക്ക് ഈ ചെറിയ കഥയിലേക്കൊന്ന് ഓടിയോ ചാടിയോ നടന്നോ നീങ്ങാം. ഓ, എത്ര പ്രകൃതി രമണീയമായ സ്ഥലം. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായെങ്കിലോ ദൈവമേ. അതുകൊണ്ട് തറ മനസ്സമാധാനം ഇല്ലേ? അല്ലെങ്കിൽ ഇതേ അവരെ പോലെ ബാത്റൂമിൽ പോകുമ്പോഴും മൊബൈൽ കൊണ്ടുപോകേണ്ടി വരും. ഓ, ഇവനെ കൊണ്ട് ഒന്ന് അടങ്ങിയിരിക്കടാ. ഇറ്റ്സ് ഹിപ്പ് ഹോപ്പ് മാൻ. ഷോ, ഓഹോ, ഞങ്ങളൊക്കെ ഇതിന് കോച്ചോദം പിടിക്കണമെന്ന് പറയാറ്. ഇവിടെ ഭയങ്കര വെയില്, നമുക്ക് അവിടെ ഇരിക്കാം. ആടാ, എടാ വല്ല പടത്തിനും കയറിയാലോ? ഉള്ളതെല്ലാം കണ്ടു തീർത്തില്ലേ? ഇനിയുള്ളത് പന്ന മലയാളം പടങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ ഫിലിം മേക്കേഴ്സ് എല്ലാം 10 പൈസക്ക് കൊള്ളാത്തവന്മാരാ. ഈ റൈറ്റേഴ്സിന് ഇതൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോക്കൂടെ? ഡാ ഇറങ്ങ്, ഞാനിരിക്കട്ടെ. അതൊക്കെ നമ്മുടെ ഹോളിവുഡ് ഫിലിംസ്. ഇവന്മാർക്ക് അടുത്ത സെഞ്ചുറിയിലെങ്കിലും വല്ല അവതാര പോലത്തെ പടങ്ങൾ എടുക്കാൻ പറ്റൂടാ. എന്തിനു പറയുന്നു? നമ്മുടെ ബോളിവുഡോ ടോളിവുഡോ എത്ര നല്ലതാണ്. ഇതൊക്കെ വെറും വേസ്റ്റ് ഇഡിയറ്റ്സ്. എടാ അങ്ങനെ പറയല്ലേ, കഴിവില്ലാത്തോണ്ടല്ലേ. എടാ, ഇതിനൊക്കെ വേണ്ടത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മളൊക്കെ ആയിരിക്കണമായിരുന്നു. അതങ്ങനെയാടാ, എഴുതാനറിയാവുന്നവരുടെ കയ്യിൽ ദൈവം വഴി കൊടുക്കില്ലല്ലോ. എഴുതാൻ അറിയുന്നവർക്കല്ലടാ, എറിയാനറിയുന്നവർക്ക്. എന്തായാലും തന്നിട്ടില്ലല്ലോ, പിന്നെ പറഞ്ഞെന്തിനാ? എടാ, നിന്റെ അമൃതയുടെ വിവരമൊന്നുമില്ലല്ലേടാ. ഒന്ന് പോടാ, അവളൊക്കെ വിട്ടിട്ട് മാസങ്ങളായി. ഹായ്, ഞാൻ രാംകൃഷ്ണൻ. അജയ്. എന്ത് ചെയ്യുന്നു? +2 പഠിക്കുന്നു. എന്താ താൻ്റെ പേര്? ഷാരോൺ. തക്കുടു. ജോമോൻ. നിൻ്റെയോ? വിഷ്ണു. ലോലു. ഞാൻ കുറച്ചു നേരമായി നിങ്ങളുടെ ഈ സംഭാഷണം കേൾക്കുമായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, എസ്പെഷ്യലി യുവർ ക്രിറ്റിക്സ്. ഐ എം ജസ്റ്റ് വണ്ടേർഡ് how could you all understand the problems of our industry in this early stages of our lives. You know boys, I'm a producer and I'm going to make a short film very soon. ഞാൻ കുറേയധികം സ്ക്രിപ്റ്റുകൾ കേട്ടു, പലരുടെ അടുത്ത് പോയി. പക്ഷേ ഇതുവരേക്കും നല്ല ക്രിയേറ്റീവായ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ സാധിച്ചേക്കാം. എന്താ, സാധിക്കുമോ? വാട്ട്? അതെ, നിങ്ങൾക്ക് 4 പേർക്കും നല്ലൊരു ഓഫർ ഞാൻ തരികയാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തരികയാണെങ്കിൽ എ ബെറ്റർ ഓഫർ. ധൃതിയില്ല, ആലോചിച്ചിട്ട് മതി. ഓ എസ്, ഞങ്ങൾക്ക് എന്ത് തരും? സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഓൺ ദ സ്പോട്ടിൽ 1 lakh rupees. അതിരിക്കട്ടെ, എപ്പോൾ തരാൻ പറ്റും? ഓ, നാളെ തരാം.
ഒന്ന് പോടാ. ഒരു 2 ആഴ്ച. 2 ആഴ്ച മതിയാവോ? ഓ ധാരാളം. സോ ടേക്ക് മൈ കാർഡ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേ ബീച്ചിൽ ഇതേ സമയം. സാറേ 2 തന്നാൽ 2 ലക്ഷം രൂപ വരും. നീ ആദ്യം ഒരെണ്ണം കൊണ്ടുവാ, എന്നിട്ട് നോക്കാം. They ride this and they ride that, making money really fast, feeling well it's even fast. That to the boring bosses, so we can do it and yeah, we can make it. Now yo, we'll make it. So come on bro, don't fake it, and just say we will make it. Hey bro, we will make it, and say yes we can make it. Take a pen, get a plan, write all garbage. You can hear us $1 million straight on script. People around now singing your praises. Fourth is a first class script, alright. You end up running with the cash and chicks, and running with the praise and all the fame. Hey bro, we getting rich, big, bigger. What else you need for an easy life? This loser just get in the head, so tell me what is sort of writing. All around the world you people into scrapes, tell me what is sort of writing. From Hollywood to Bollywood to Mollywood to Tolly Colly Bollywood. From Hollywood to Bollywood to Mollywood to Tolly Colly Bollywood. അപ്പോൾ നാളെ തക്കുടൻ്റെ വീട്ടിൽ വെച്ചാണോ? അയ്യോ രാവിലെ എനിക്ക് ജിമ്മിൽ പോകണം. എടാ നീ എവിടെ പോകണമെന്നോലും പറഞ്ഞോ, പക്ഷെ ജിമ്മിൽ പോകണമെന്ന് മാത്രം പറയല്ലേടാ. ആ എത്തിയാ വാടാ. ഇരിക്കടാ. ഓ ഇതൊരു ചെറിയ ബംഗ്ലാവ് തന്നെടാ. ഭാവിയിൽ നിനക്ക് ഇതൊക്കെ വിറ്റു പിടിക്കാം. പറഞ്ഞിട്ടുണ്ടാടാ, പോക്കറ്റ് മണി പോലും തരൂല രണ്ടുപേരും. കൺട്രി ഫെലോസ്. ഡാ നിനക്ക് എന്നെ ദത്തെടുത്തൂടെ? ഡാ ബാ നമുക്ക് എഴുതി തുടങ്ങാം. ഡാ അതിനു മുമ്പ് കുറച്ച് ഭക്ഷണം കഴിക്കാം. നിനക്കല്ലടാ വന്നൊഴിക്കാൻ പൊറോട്ട ഇറച്ചി വാങ്ങി തന്നത്. അത് പിന്നെ ഇവന്റെ വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണാടാ. എടാ തക്കടു എന്താ കഴിക്കാനുള്ളത്? തക്കുടു നിന്റെ അച്ഛൻ. തീറ്റ മൊത്തം അവനും പേരെനിക്കും. ഡാ മതി, വാ എഴുതി തുടങ്ങാം. ഇത് നിനക്കും. SCRIPT സ്ക്രിപ്റ്റ്. ഡാ നീ എന്താ പരീക്ഷ എഴുതാൻ പോണോ? അമ്മാരെന്താ
ദേ ഇവനെന്താ കാണിക്കണത്? എന്താടത്? ഇതാടാ ഞാൻ പറഞ്ഞ ട്രൗസർ. നിന്റെ അമ്മ ട്രൗസർ. നമ്മൾ ആദ്യം എഴുതേണ്ടത് കഥയാണോ തിരക്കഥയാണോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഐ ആം ഗോണ റൈറ്റ് ഡയലോഗ് ഫസ്റ്റ്. നീ എന്തിനാ ഈ തലയും കുത്തിക്കണ? ഇത് ഭാവനക്കുള്ള യോഗയാണ്. ഇതൊന്നും അല്ലടാ, ആദ്യം വേണ്ടത് കഥ, എന്നിട്ട് ബാക്കിയുള്ള തിരക്കഥ. ഒന്ന് നിർത്തണം മണ്ടന്മാരെ. നമുക്ക് ആദ്യം വേണ്ട ഒരു കഥയാണ്. അതിന് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് 4 പേർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയിരുന്ന് എഴുതാം. ദാറ്റ്സ് ഗുഡ്. ഐഡിയ ഒക്കെ കൊള്ളാം. എന്നെ ഒന്ന് താഴ്ത്തിറക്കും. പോടാ. ഭാവനയും വന്നതിനൊരു കോപ്പം വന്നില്ല. ഈ തടിയായല്ല. എൻ്റെ അമ്മ. ഹലോ സർ, ജോമന സർ. സർ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല സാർ, ആ ക്ലൈമാക്സ് സീനും കൂടി ഉണ്ട്. ഒരാഴ്ച സമയം കൂടി വേണം. ഓ സാർ, ഒരാഴ്ച കൊണ്ട് തരും. ഓക്കെ സാർ. Wasn't that easy? Wasn't so unfussy. Help us solve mystery. Get rid of this misery. Losing sleep and desire. Not a word on paper. Give me your notion. Set a tale in my head. സാറേ, വെസ്റ്റേൺ പീസ് കുറച്ച് അങ്ങനെ ചേട്ടാ എനിക്ക് വലിയ ഡിവോഷണൽ സോങ്. ആ വാ സാറേ. Feels like I'm crazy. Burning eyes with fury. Wanna tear my hair and grind my teeth. Is there a magic pen? Is it bad omen? How people captured stories ain't child's play. Getting so mad, yeah, with all this crap. Give us a shot, yeah, and end to this, oh Lord. Getting so mad with all this crap. Give us a shot and end to this, oh Lord. എന്താ ശരൺ മോനെ ആകെ വിഷമിച്ചിരിക്കണത്? ഞാൻ ഒരു കഥ എഴുതാനുള്ള തിരക്കിലാണ്, പക്ഷെ പറ്റണം. കഥ എഴുതണമെങ്കിൽ മോനെ അതിന് ആദ്യം ഒരു ഫീല് വേണം. താങ്ക്സ് ചേട്ടാ. ശരി. എന്താണ് ഫീൽ? കോപ്പം. എടാ, നമുക്ക് പറ്റുന്ന പണിയല്ലേ ഇത്. I never thought, man, it's so painful. We should hats off to all writers, man.
Anyway, we'll go and tell him how difficult it is. എവിടെടാ ദേ ഇരിക്കുന്നു. ഹായ്, എന്തൊക്കെയുണ്ട്? എവിടെ നിങ്ങളുടെ സ്ക്രിപ്റ്റ്? സോറി സാർ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സാറ് വിചാരിക്കുന്ന പോലെ അത്രയും എളുപ്പമല്ല ഒരു തിരക്കഥ ഉണ്ടാക്കാൻ. അത് അത്ര സ്ട്രെയിൻ കൂടിയ വർക്കാണ് സാർ. ഒരു പ്രൊഡ്യൂസറെ താങ്കൾക്ക് മനസ്സിലായെന്ന് വരില്ല അതിൻ്റെ പിന്നിലെ വേദന. സത്യം പറഞ്ഞാൽ 2 ആഴ്ചയായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട്. ഫുൾ ടൈം പാട്ടും കേട്ടിരുന്ന ഞാൻ ഹെഡ്സെറ്റ് തൊട്ടിട്ട് കാലങ്ങളായി. സത്യത്തിൽ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കണ്ട കുട്ടികളല്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അന്ന് നിങ്ങൾ വിമർശിച്ച സിനിമകളുടെ പിന്നിലും ഉണ്ടായിരുന്നു ഒരുപാട് സ്ട്രെയിൻ അനുഭവിച്ച കുറേ തിരക്കഥാകൃത്തുക്കൾ. വരുംകാല മലയാള സിനിമയുടെ ഭാവി തന്നെ വളർന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് പുകഴ്ത്തുവാനോ വിമർശിക്കുവാനോ വേണ്ട മിനിമം യോഗ്യത ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സ്ട്രെയിനാണ്. ഓഹോ, അപ്പൊ താൻ ഞങ്ങളെ പറ്റിച്ചാണല്ലേ? പറ്റിക്കുക എന്നായിരുന്നില്ല, മറിച്ച് എന്താണ് ഫിലിം എന്ന് നിങ്ങളെ ബോധവാന്മാരാക്കുക, അതായിരുന്നു ഉദ്ദേശം. അപ്പം നിങ്ങളൊരു പ്രൊഡ്യൂസർ അല്ല, ഒരു ചുക്കും അല്ലല്ലേ? അതെ, ഒരു ചെറിയ ചേഞ്ച്. ഞാൻ പ്രൊഡ്യൂസറല്ല, മറിച്ചൊരു തിരക്കഥാകൃത്താണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്നാണ് എഴുതാറുള്ളത്. ഏതായാലും എൻ്റെ അടുത്ത ഫിലിം ഞാൻ സ്വന്തമായി സംവിധാനം ചെയ്യുന്നു. കഥ നമുക്കിടയിൽ സംഭവിച്ചു തന്നെ. അഭിനയിക്കുന്നവർ നിങ്ങളും. ഹോ, എന്ത് പടവടാ അത്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ വല്ല ഹിന്ദി പടത്തിന് പോയാൽ മതിയായിരുന്നു. അതേടാ, നമ്മുടെ റൈറ്റേഴ്സൊക്കെ മണ്ടന്മാരാ. ഇതിനൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ് നമ്മളൊക്കെ ആയിരിക്കണം. സാറേ, അവന്മാർക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുത്താലോ? അങ്ങനെ ഒരു തിരക്കഥയിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ അതവരെ കൊണ്ടുപോയതാവട്ടെ മറ്റൊരു സിനിമയുടെ ലോകത്തേക്കും. കടിച്ചോ, ടൈമിങ് കുറച്ച് റെഡി. തിരിച്ചോ, ചവച്ചോ. ഭാവനക്കുള്ള യോഗൻ ഒന്നുകൂടി ഇതേ ഭാവനക്കുള്ള യോഗൻ ഒന്നുകൂടി ഓക്കെ അതിന് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് അവരവർക്ക് ഇഷ്ടമുള്ള, നമുക്ക് 4 പേർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള